iPhone 16 സീരീസ് ലോഞ്ച് ചെയ്യാൻ അധിക സമയങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആപ്പിളിൻ്റെ ഈ ലോഞ്ച് ഇവൻറ്റ് വരുന്നത് സെപ്റ്റംബർ 9 അപ്പോൾ iPhone 16 സീരീസ് അപ്പോൾ ലോഞ്ച് ആവാനായിട്ട് പോകും. എന്തൊക്കെയാണ് iPhone 15 സീരീസിൽ നിന്ന് 16 സീരീസിൽ വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളെ കുറിച്ചും ടെക്നോളജികളെ കുറിച്ചും പറയുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ ഒരു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്നോളജിയും സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അപ്ഡേഷൻസും കൂടുതൽ ടെക് വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ iPhone 16 സീരീസിൻ്റെ ഡിസൈൻ വെച്ച് തുടങ്ങാം. നമുക്കറിയാം ഇതിന് മുമ്പ് ഇറങ്ങിയ എല്ലാ സീരീസുകളൊക്കെ സെയിം ഡിസൈൻ ആയിരുന്നു. എന്നാൽ iPhone 16 വരുന്ന സമയത്ത് എന്തൊക്കെ ഡിസൈൻ ചേഞ്ച് ഉണ്ടാവും. iPhone 16 സീരീസിൻ്റെ നോൺ പ്രോ വേരിയൻ്റ് ആയിട്ടുള്ള iPhone 16 പ്ലസ് വേരിയൻറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ മൊഡ്യൂൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു വെർട്ടിക്കലിയാണ് നമ്മുടെ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നമ്മുടെ iPhone 16 സീരീസിൻ്റെ ബേസ് മോഡലായിട്ടുള്ള iPhone 16 ആൻഡ് 16 പ്ലസ് മോഡലിൽ വരുന്നത്. ആപ്പിളിൻ്റെ വിഷൻ പ്രോയിൽ 3D വീഡിയോസും അല്ലെങ്കിൽ അതായത് സ്പേഷ്യൽ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ഈ ഒരു iPhone 16 സീരീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് സ്പെഷ്യൽ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അൾട്രാ വൈഡ് ക്യാമറയും മെയിൻ ക്യാമറയും വെർട്ടിക്കലി ആയിട്ട് വരണം, എന്നാൽ മാത്രമേ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുക. അതാണ് ബേസ് മോഡലിൻ്റെ ക്യാമറ മൊഡ്യൂൾ ജസ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ആക്ഷൻ ബട്ടൺ പോലെ നമുക്ക് വേറൊരു ബട്ടൺ കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ബട്ടൺ ക്യാപ്ചർ ബട്ടൺ എന്നാണ് പറയുന്നത്. നമുക്ക് ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഒരു ഫോട്ടോ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനും ഈ ഒരു സാധനം കൊണ്ട് പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണാവുന്നതാണ്. 16 സീരീസിൻ്റെ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സിലൊക്കെ ടൈറ്റാനിയം ബോഡിയാണ് വരുന്നത്. എന്നാൽ നോൺ പ്രോ വേരിയൻ്റ് ആയിട്ടുള്ള 16 പ്ലസ് വേരിയൻറ്റുകളിൽ അലൂമിനിയം ബോഡിയാണ് വരുന്നത്. നോൺ പ്രോ വേരിയൻറ്റിൽ എന്തായാലും നമുക്ക് പല കളറുകളും പ്രതീക്ഷിക്കാവുന്നതാണ്. 16 പ്രോ മാക്സിലൊക്കെ റോസ് ഗോൾഡ് എന്ന് പറയുന്ന പുതിയൊരു കളർ, അല്ലെങ്കിൽ യെല്ലോ ഗോൾഡ് എന്നൊക്കെ പറയുന്ന ഒരു കളർ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുതിയൊരു കളർ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ iPhone 16 Pro 6.3 ഇഞ്ചാണ് വരുന്നത്. iPhone 16 Pro Max 6.9 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. എന്തായാലും അടുത്ത വർഷം വരുന്ന iPhone 17 സീരീസ് 7 ഇഞ്ച് ഡിസ്പ്ലേ ആവുമെന്നൊന്നും അറിയില്ല. പിന്നെ പ്രോ വേരിയൻസിൽ സാംസങ്ങിൻ്റെ M40 OLED പാനലാണ് ഡിസ്പ്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് എന്തായാലും iPhone 16 Pro സീരീസിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്തവണ വരുന്ന iPhone 16 സീരീസിൽ ബെസൽലെസ് ഡിസ്പ്ലേ ഒന്നും പറയാനായിട്ടില്ല. കാരണം iPhone 15 സീരീസിൽ 1.76 mm ആണ് ബെസൽസ് ഉണ്ടായിരുന്നത്. എന്നാൽ iPhone 16 Pro Maxൽ 1.40 mm ആണ് ബെസൽസ് ഉള്ളത്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഐഫോണിലൊക്കെ ബെസൽലെസ് ഡിസ്പ്ലേ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ റിഫ്രഷ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോൺ പ്രോ വേരിയൻറ്റിലൊക്കെ 60 Hz റിഫ്രഷ് റേറ്റ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പിന്നെ 2 TB വരെയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള iPhone 16 സീരീസും വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ലോഞ്ച് ഡേറ്റ് സെപ്റ്റംബർ 9 നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു ഘടകമാണ് ചിപ്സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആപ്പിൾ തുടർന്ന് പോകുന്നതിൻ്റെ സംഭവമാണ്. ഇപ്പോൾ iPhoneൻ്റെ 15 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ A17 ബയോണിക് ചിപ്സെറ്റൊക്കെ ആയിരുന്നു iPhone 16 സീരീസിലൊക്കെ വന്നിരുന്നത്. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് പ്രോ വേരിയൻസിൽ കൊണ്ടുവരും. കഴിഞ്ഞ വർഷത്തെ പ്രോ വേരിയൻറ്റിൽ വന്നിട്ടുള്ള ചിപ്സെറ്റ് നോൺ പ്രോ വേരിയൻറ്റിലും കൊണ്ടുവരുന്നൊരു പരിപാടിയായിരുന്നു ആപ്പിൾ ഇതുവരെയും തുടർന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെയ്യുന്നത് iPhone 16 സീരീസിലൊക്കെ ആപ്പിളിൻ്റെ A18 ചിപ്സെറ്റാണ്. പ്രോ വേരിയൻസിൽ A18 പ്രോ ചിപ്സെറ്റ്, നോൺ പ്രോ വേരിയൻസിൽ A18 ചിപ്സെറ്റാണ്. ഈ A18 എന്ന് പറയുന്നത് ചിലപ്പോൾ A17 പ്രോ A17 ബയോണിക് ചിപ്സെറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. iPhone 16 സീരീസ് ലോഞ്ച് ഡേറ്റ് പറഞ്ഞ പോലെ തന്നെ സെപ്റ്റംബർ 9 ലോഞ്ച് ഇവൻറ്റ്. അപ്പോൾ ടിം കുക്കിൻ്റെ ഈ ഒരു ലോഞ്ച് ഇവൻറ്റ് എല്ലാ ആളുകളും കാണാം. ലോഞ്ച് ചെയ്തതിനു ശേഷം പ്രൈസൊക്കെ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അറിയുന്ന ചില ലീക്സ് ആർ റൂമേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോണുകളെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.